നമസ്കാരം. ലവ് ജിഹാദ്, ഗ്രൂമിംഗ് ജിഹാദ് എന്നീ പദങ്ങളൊന്നും നിലവിലില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ജിഹാദികളെ പൊതിഞ്ഞു പിടിക്കുന്ന സാംസ്കാരിക നായകന്മാരുടെയും മറ്റ് ന്യായവാദികളുടെയും ഒരു സ്ഥിരം വാദമാണ്. ഒപ്പം തന്നെ കേരള സ്റ്റോറി 1, കേരള സ്റ്റോറി 2 തുടങ്ങിയ ചലച്ചിത്രങ്ങളെല്ലാം വെറും പ്രൊപ്പഗണ്ടകളാണ്. കേരളത്തെ അപമാനിക്കുവാനുള്ള ശ്രമങ്ങളാണ്. ബീഫ് തീറ്റിക്കുവാൻ, ബലമായി തീറ്റിക്കുവാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെയോ അന്യമതക്കാരെയോ ബീഫ് ബലമായി തീറ്റിക്കുവാൻ ശ്രമിക്കുന്ന ജിഹാദികളൊന്നും തന്നെ കേരളത്തിൽ നിലവിലില്ല. അങ്ങനെ ഒരു സംഭവമേ ലോകത്തൊരിടത്തും നടക്കില്ല തുടങ്ങി ന്യായവാദങ്ങളും ഈ വെള്ളപൂശലുകാർ നിരന്തരം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന ഒന്നാണ്. പക്ഷേ അതിൻ്റെ ഒരു സത്യാവസ്ഥ നാം കണ്ടതാണ്. ബിഗ് ബോസിൽ പങ്കെടുത്തിരുന്ന, അതിലൂടെ പ്രസിദ്ധനായ ഒരു മാംസഗോളം സ്വന്തം സുഹൃത്തായ ഒരു ഹിന്ദു യുവതിയെ ബീഫ് തീറ്റിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വിക്രിയകൾ. ഇതെല്ലാം കണ്ടാലും നാം പഠിക്കില്ല. പക്ഷേ അടിസ്ഥാനപരമായി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അതിലേറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ഡൽഹിയിലെ ജാമിയ നഗറിൽ നിന്നാണ്. ജാമിയ നഗറിലെ ഈ ഒരു പ്രത്യേക സംഭവത്തിൻ്റെ FIR തത്വമേ ന്യൂസിന് ലഭ്യമായിട്ടുണ്ട്. അത് ഒന്ന് രത്നച്ചുരുക്കത്തിൽ ആ FIRൽ വിവരങ്ങൾ പറഞ്ഞാൽ, ഫാഹിം എന്നൊരു ജിഹാദി തൻ്റെ പേര് സാഹിലാണെന്നുള്ള വ്യാജേന ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ തൻ്റെ സ്വാധീന വലയത്തിൽപ്പെടുത്തുന്നു. സ്വാധീന വലയത്തിൽപ്പെട്ട ആ പെൺകുട്ടിയെ ഈ ഫാഹിം എന്ന ജിഹാദിയും അയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നു. തന്നെയുമല്ല, മതപരിവർത്തനത്തിന് നിർബന്ധിച്ച് മൃഗങ്ങളുടെ ചോരയുൾപ്പെടെയുള്ള വസ്തുക്കൾ ആ പെൺകുട്ടിയുടെ ദേഹത്ത് ബലമായി പുരട്ടുന്നു. ഒപ്പം മാംസകഷ്ണങ്ങൾ ആ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് എറിയുന്നു. കൂട്ടബലാത്സംഗം കൂടാതെ ശാരീരികമായ ക്രൂരമായ പീഡനങ്ങൾക്ക് ആ പെൺകുട്ടിയെ ഇരയാക്കുന്നു. ഒടുവിൽ ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി പോലീസിനെ സമീപിക്കുന്നു. ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം, ജാമിയ നഗറിലെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ ആദ്യം അവർ മടി കാണിച്ചു. ഒടുവിൽ ഉന്നതങ്ങളിലേക്ക് ഈ വാർത്തകൾ എത്തിയപ്പോഴാണ് ഈ കേസ് ബലപ്പെടുകയും ഫാഹിം ഉൾപ്പെടെയുള്ള 6 ജിഹാദികൾ, അതിലൊരു മൗലവിയുമുണ്ട്, അറസ്റ്റിലാവുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കേസുകൾ നിലവിൽ നിൽക്കിയ ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നിയമസഭാ സാമാജികനായിരുന്ന, നമ്മുടെ ജനപ്രതിനിധിയായി ലോക്സഭയിലേക്ക് പോയ ബെന്നി ബെഹനാൻ എന്ന വ്യക്തി കൃത്യമായി ജിഹാദികൾക്ക് വേണ്ടി വിടുപണി ചെയ്യുവാൻ അവിടെ ചെന്ന് IPCയിലോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഭാരതീയ ന്യായ സംഹിതയിലോ കൃത്യമായ വ്യാഖ്യാനമില്ലാതെ ഇല്ലാത്ത ലവ് ജിഹാദ് എന്ന പദത്തിൻ്റെ കീഴിൽ ഏതെങ്കിലും ക്രിമിനൽ കേസുകൾ ഭാരതത്തിൽ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയും ഇല്ല എന്ന ഉത്തരം വാങ്ങി ഇവർക്കൊരു ന്യായവാദമായി, ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളപൂശലുകാർക്കും ഈ ജിഹാദികൾക്കും ഒരു ന്യായവാദവുമായി കേരളത്തിലേക്ക് എത്തിച്ചിരുന്നു. ആ സ്ഥിതിഗതികൾ കേരളത്തിൽ നിലനിൽക്കെ ചില വളരെ സമീപകാലത്തായിട്ട് നടന്ന ചില കാര്യങ്ങളുടെ ഒരു അനുക്രമമായൊരു പട്ടിക ഒന്ന് ഓർമ്മപ്പെടുത്തലായി ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക ലവ് ജിഹാദ് ഉണ്ടോ, ഗ്രൂമിംഗ് ജിഹാദ് ഉണ്ടോ എന്ന്. TCSലെ സംഭവം നിങ്ങൾക്ക് ഓർമ്മ കാണും. നാഷിക്കിലെ TCSലെ അതിലെ തന്നെ വെള്ളപൂശുവാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഒപ്പം ലക്നൌവിലെ KGMU മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയെ അവരുടെ അധ്യാപകനും സുഹൃത്തുക്കളും ചേർന്ന് മതം മാറുവാൻ നിർബന്ധിച്ച് പീഡിപ്പിച്ചത് ബലാത്സംഗമല്ല, ശാരീരികമായ പീഡനങ്ങൾക്കും മാനസികമായ പീഡനങ്ങൾക്കും ഇരയാക്കിയ സംഭവം. ഗുർഗാമിൽ സ്വന്തം യഥാർത്ഥ പേര് മറച്ചു വെച്ച് ഒരു ജിഹാദി ഒരു പെൺകുട്ടിയെ കുടുക്കിലാക്കാൻ ശ്രമിച്ച സംഭവം. ഉല്ലാസ് നഗറിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചൊരു വ്യക്തി അയാളുടെ യഥാർത്ഥ മതം മറച്ചു വെച്ച് മതപരിവർത്തനത്തിന് ശ്രമിച്ചൊരു സംഭവം. ഒപ്പം തന്നെ ഡെറാഡൂണിൽ ചങ്കൂർ ഗ്യാങ് എന്ന് പറയുന്ന ഗ്യാങ്ങിനെ പോലീസ് പിടികൂടിയത്. ഉത്തരാഖണ്ഡ് പ്രദേശത്ത് ആകമാനം ഒരു മതപരിവർത്തന ശൃംഖല നടത്തിക്കൊണ്ടിരുന്ന അവരെ പിടികൂടിയത്. ആഗ്രയിൽ 2025 UP പോലീസ് പിടികൂടിയ വലിയൊരു മതം മാറ്റ ശൃംഖല. ഇത്തരം സംഭവങ്ങൾ നിരന്തരം ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ ബെന്നി ബെഹനാൻ ഏതുടായിപ്പ് കാണിച്ച് ഇത്തരം ന്യായവാദികൾക്ക് വാദത്തിനുള്ള വകുപ്പുകൾ എത്തിച്ചു കൊടുത്താലും ലവ് ജിഹാദുണ്ട്, അതിൽ ലവ് ഇല്ല, പക്ഷേ ജിഹാദുണ്ട്. സൂക്ഷിക്കുക. നമ്മുടെ പെൺകുട്ടികളെ നാം തന്നെ സംരക്ഷിക്കുക, ജാഗരൂകരായിരിക്കുക. നമ്മുടെ ജനപ്രതിനിധികളെ വിശ്വസിച്ച് നാം മുന്നോട്ട് പോയാൽ ഒടുവിൽ നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് നഷ്ടമാകും. ജിഹാദികൾ ചിരിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും പറയുന്നു, ജാഗരൂകരായിരിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.